നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം ഏപ്രിൽ മാസം മുതൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരാതായി. ഏപ്രിൽ മാസത്തെ സഹായവും അതോടൊപ്പം തന്നെ പക്ഷേ ഇതെല്ലാം പരിഹരിച്ച് മെയ് മാസം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മെയ് മാസവും നമുക്ക് സഹായം അക്കൗണ്ടിലേക്ക് വന്നില്ല. 2 ഗഡുക്കളോളം നമുക്ക് കുടിശ്ശികയാവുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയിൽ നാളിതുവരെയായിട്ട് 18 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കളാണ് അപേക്ഷ വെച്ചിട്ടുള്ളത്. അതായത് ഓൺലൈൻ സർവീസ് സെൻറ്ററിലെത്തി ക്യൂ നിന്ന് ബന്ധപ്പെട്ട രേഖകളുടെ എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് ചിലരുടെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിജക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ റിട്ടേൺ ആകുമ്പോൾ ആ കാര്യങ്ങളിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് വരെ ഓടി നടന്ന് ഈ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച അപ്രൂവൽ വാങ്ങിയവരാണിവർ. അങ്ങനെ അപ്രൂവൽ ലഭിച്ചവർക്കെല്ലാം മുൻപ് ഫെബ്രുവരി മാസത്തെയും അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തെയും ധനസഹായം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് 2 ഗഡുക്കൾ. അതിനുശേഷവും എല്ലാ മാസങ്ങളിലും തുടർന്നു പോരുമെന്ന് സർക്കാർ അറിയിച്ചിരുന്ന ഒരു പദ്ധതിയാണിത്. എന്നാൽ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യ വിതരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്താണ് ഇതിന് കാരണം? അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ് വരുമ്പോൾ സാധാരണഗതിയിൽ ചില പദ്ധതികളൊക്കെ മാറ്റിവെക്കാറുണ്ട്, അല്ലെങ്കിൽ ആനുകൂല്യത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ പദ്ധതി നിർത്തിയോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുകയും ചെയ്തിരുന്നു. നമ്മളുടെ പല വീഡിയോയുടെയും കമൻറ്റ് ബോക്സുകളിൽ സ്ത്രീ ഗുണഭോക്താക്കൾ ഇങ്ങനെയുള്ള പദ്ധതിയുടെ ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരുന്നവർ ഈ പദ്ധതിയെപ്പറ്റിയുള്ള അറിയിപ്പുകൾ നൽകണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു. നിലവിൽ ധനവകുപ്പാണ് ഇത് കൈകാര്യം ചെയ്തു വരുന്നത്. ധനവകുപ്പിൽ നിന്ന് കൃത്യമായിട്ട് ഫണ്ട് അനുവദിച്ച തദ്ദേശ വകുപ്പ് ഇത് കൈകാര്യം ചെയ്ത് നിലവിൽ ഇത് പെൻഷൻ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇത് ചേർത്തിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ അപേക്ഷിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും പ്രത്യേക ഡേറ്റ നമുക്ക് കൃത്യമായിട്ട് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ പോലും മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള സേവന പെൻഷൻ്റെ വെബ്സൈറ്റിൽ സാധിക്കും. നമ്മളുടെ ആധാർ നമ്പർ മാത്രം മതി. അപ്പോൾ ആ രീതിയിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കേണ്ടതുമായിരുന്നു. പക്ഷേ ഈ ഗഡുക്കൾ കുടിശ്ശികയായപ്പോൾ, ഇപ്പോൾ 2 ഗഡുക്കൾ കുടിശ്ശികയായപ്പോൾ തന്നെ ആളുകൾക്ക് സംശയം വന്നു. അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നൽകുന്ന പ്രധാന അറിയിപ്പ് 18 ലക്ഷത്തോളം വരുന്ന ആളുകൾ അപേക്ഷ വെച്ചിട്ടുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ്. പ്രതിമാസം 1000 രൂപ വീതമാണ് പെൻഷൻ നൽകേണ്ടത്. അതും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനുമൊക്കെ, അതും 35 വയസ്സ് മുതൽ 60 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡ് ആണെങ്കിൽ ലഭിക്കുന്ന ഒരു സ്കീമാണിത്. മറ്റ് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ക്ഷേമ പദ്ധതി തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. പക്ഷേ ഏപ്രിൽ മാസത്തോടെ, അതല്ലെങ്കിൽ നിലവിൽ നമുക്ക് മാർച്ച് മാസം വരെ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുകയായിരുന്നു മുൻ സർക്കാർ അനുവദിച്ച് നിലവിൽ ഉത്തരവായിരുന്നത്. ആ തുക വിനിയോഗിച്ചുള്ള വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏപ്രിൽ മാസം ആദ്യ ആഴ്ചകളോടെ തന്നെ പൂർത്തിയാവുകയും ചെയ്തു. എന്നാൽ ഏപ്രിൽ മാസവും മെയ് മാസവും എല്ലാം ഫണ്ട് മുൻ സർക്കാർ നീക്കി വെച്ചിട്ടുമില്ല. അതെല്ലാം തന്നെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് പുതിയ ഗവൺമെൻറ്റാണ്, UDF ഗവൺമെൻറ്റാണ്. എന്നാൽ UDF ഗവൺമെൻറ്റിന് ഇത് പ്രഖ്യാപിക്കണമെങ്കിൽ ഈ വരുന്ന 19-ാം തീയതി സംസ്ഥാന ബഡ്ജറ്റിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഈ പദ്ധതി തുടരണമോ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ APL വിഭാഗത്തെ കൂടി പരിഗണിക്കണമെന്നുള്ള ആവശ്യം വരെ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് ഈ സർക്കാരാണ് ഇത് പ്രഖ്യാപിക്കേണ്ടത്. ജൂൺ മാസം 19-ാം തീയതി വരെ ഇതിന് കാത്തിരിക്കുകയും വേണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേക പെർമിഷനോടെ ആദ്യ ഗഡുവോ വല്ലതും വിതരണം ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഏപ്രിലിൽ വല്ലതും ഗഡു വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം കൃത്യസമയത്ത് തന്നെ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിലവിൽ മെയ് മാസം വരെ 2 ഗഡുക്കൾ, ജൂൺ മാസം കൂടിയായി. അപ്പോൾ നമുക്ക് 3 ഗഡുക്കളോളം 3000 രൂപയോളം നമുക്ക് ലഭിക്കാനുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ അനുവദിച്ച് 1 വർഷക്കാലത്തേക്കുള്ള തുക നീക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.